വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഒരു IT കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങിയത്. നമ്മുടെ നാട്ടിൽ ഈ അമ്യൂസ്മെൻറ്റ് പാർക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം വീഗാലാൻഡ് ആയിരുന്നു ആദ്യം വന്നത്. ഈ വലിയ ഫാമിലി റൈഡ്സ് എല്ലാം നമ്മൾ ഒന്നുകിൽ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നോ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലുലുവിൽ കാണുന്ന ഫണ്ടിയൂർ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോ ഫാൻറ്റസി ആണെങ്കിലും. അപ്പം പക്ഷേ കേരളത്തിൽ ഇപ്പോൾ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു ടൂറിസ്റ്റ് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടുതലും മൂന്നാർ എക്സ്പ്ലോർ ചെയ്യാനാണ് വരുന്നത്. ആദ്യം കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാലും നല്ല ക്വാളിറ്റിയുള്ള സേഫ്റ്റി ഉറപ്പ് വരുത്തുന്ന റൈഡ്സ് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ് ടോക്സ്. സോ നമ്മുടെ ഫസ്റ്റ് സീസണിലെ സെക്കൻഡ് എപ്പിസോഡാണ്, തേർഡ് സീസണിലെ. ആൻഡ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഇന്നത്തെ ഗസ്റ്റ് ഈസ് ബിൽഡിംഗ് അമ്യൂസ്മെൻറ്റ് പാർക്ക് റൈഡ്സ് അക്രോസ് ഇന്ത്യ. ആൻഡ് ഹീസ് മൈ നൈബർ ടു. സിമിൻ ചേട്ടാ, വെൽക്കം ടു ദ ഷോ. ഓക്കെ, താങ്ക് യു അരോമൽ. സിമിൻ ചേട്ടാ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് റൈഡ്സ് അല്ലെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്സ് ബിൽഡ് ചെയ്യുന്നത്. അതിലേക്ക് എങ്ങനെ എത്തിയത്? ശരിക്കും അമ്യൂസ്മെൻറ്റ് പാർക്ക് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. 2008 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞങ്ങൾ ഈ ചൈനയിൽ നിന്ന് എക്യുപ്മെൻറ്റും കാര്യങ്ങളും, ഈ ഡിജിറ്റൽ ക്യാമറാസ്, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ആക്സസറീസ് എല്ലാം എൻ്റെ ബ്രദർ ചൈനയിലാണ്. അപ്പോൾ ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് ഈ ഇതുപോലെ ചൈനയിൽ നിന്ന് ഇതുപോലുള്ള എക്യുപ്മെൻറ്റ്സും സാധനങ്ങളൊക്കെ അയച്ചു തരും. ഞാനിവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കും. അത് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു IT കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങിയത്. ആ സമയത്ത് IT കമ്പനി തുടങ്ങാനായിട്ട് ഫണ്ട് ഭയങ്കര ഒരു ഹ്യൂജ് ഫണ്ട് ഒരാവശ്യമായിട്ട് വന്നു. അപ്പോൾ ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ടാണ് ചേട്ടൻ ചൈനയിൽ ആയത് കാരണം കുറേ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു പ്രൊഡക്റ്റാണ് മൾട്ടി ഡയമെൻഷൻ, നമ്മുടെ 5D തിയേറ്ററില്ലേ. അപ്പോൾ ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ടാണ് 5D എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലൂടെ ഫണ്ട് റേസ് ചെയ്ത് IT കമ്പനി തുടങ്ങാനാണ് ഞങ്ങൾ ആദ്യമായിട്ട് ശരിക്കും അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ഏത് ഇയർ ആയിരുന്നു? 2008 ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 2008 ഞങ്ങൾ 2008 to 2012 ഞാനും ബ്രദറും കൂടിയാണ് കേരളത്തിലേക്കുള്ള കംപ്ലീറ്റ് ലാമിനേഷൻ പൗച്ചുണ്ടല്ലോ, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക്, റേഷൻ കാർഡ്, അതിൻ്റെ മേലെ ലാമിനേറ്റ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് പൗച്ചുണ്ട്. അത് ഗവൺമെൻറ്റിലേക്ക് ഒരു 4 ഇയേഴ്സോളം നമ്മളാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ MBA ചെയ്യാൻ വേണ്ടി UK പോയി. ബ്രദർ ചൈനയിലായിരുന്നു. അപ്പോൾ ഈ റിമോട്ട്ലി ഈ ബിസിനസ് മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ 2011 ചേട്ടൻ ചൈനയിൽ നിന്നും ഞാൻ UK നിന്നും തിരിച്ചു വന്നിട്ടാണ് ഈ ഏജ്ലെസ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഒരു സംരംഭം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഈ നമ്മുടെ ഗോൾഡ് സൂക്ക് മാളിൽ, എറണാകുളത്ത് ഗോൾഡ് സൂക്ക് മാളിൽ ഈ 5D തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഫ്രം ദെയർ ഇന്നിപ്പോൾ നിങ്ങൾ ഓൾ ഇന്ത്യ വർക്ക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഏകദേശം 17 ലൊക്കേഷൻസ് ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുകൂടാതെ ഒരു 50+ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മുടെ നാട്ടിൽ ഈ അമ്യൂസ്മെൻറ്റ് പാർക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം വീഗാലാൻഡ് ആയിരുന്നു ആദ്യം വന്നത്. വീഗാലാൻഡ് അല്ല ആദ്യം വന്നത്. കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്ക് 1995 ഫാൻറ്റസി പാർക്കാണ്. ആദ്യമായിട്ട് മലമ്പുഴ പാലക്കാട് ഫാൻറ്റസി പാർക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ശരിക്കും ബേസിക്കലി ഫ്രം പാലക്കാട്. ഇന്ന് ഏജ്ലെസ്സും ഫാൻറ്റസി പാർക്കും കൂടെ ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് മേജർ പ്രൊജക്ട്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലാണെന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ എബ്രോഡും ഇപ്പോൾ പുതിയ പ്രൊജക്ട്സ് വരുന്നുണ്ട്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഈ എന്താ പറയുക ഈ ഒരു ബിസിനസ് മോഡൽ? ഇപ്പം നിങ്ങളാണെങ്കിലും റൈഡ്സ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുകയാണല്ലോ മോൾസിലേക്കും എല്ലാം വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്സിലേക്ക്. അപ്പോൾ ഈ ബിസിനസ് ആക്ച്വലി അത്രയ്ക്ക് കോമൺ ആണോ? പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ വെച്ചിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്ക് നോർത്ത് ഇന്ത്യനേക്കാളും നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നത് സൗത്ത് ഇന്ത്യയിലാണ്.
റൈഡ്സ് എല്ലാം ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നില്ല. ഞങ്ങൾ ഈ മാസ് എൻ്റർടൈൻമെൻറ്റ് കൺസെപ്റ്റുകൾ മാത്രമാണ് കൂടുതലും മാനുഫാക്ചർ ചെയ്യുന്നത്. അധികം റിസ്കി അല്ലാത്ത ത്രിൽ റൈഡ്സൊന്നും നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നില്ല. ത്രിൽ റൈഡ്സും ഈ വലിയ ഫാമിലി റൈഡ്സ് എല്ലാം നമ്മൾ ഒന്നുകിൽ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നോ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ യൂറോപ്യൻ റൈഡ്സ് വളരെ ഇവിടെ കുറവാണ് യൂസ് ചെയ്യുന്നത്. മേജർ വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കുകളല്ലാതെ ബാക്കി എല്ലാ പാർക്കുകളിലേക്കും കൂടുതലും ഇമ്പോർട്ട്സ് ചൈനയിൽ നിന്നാണ്. പിന്നെ നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്ത്യൻ മാനുഫാക്ചേഴ്സിൻ്റെയും നമ്മൾ റൈഡുകൾ സാധാരണ രീതിയിൽ എടുക്കാറില്ല. യൂറോപ്യൻ എന്തുകൊണ്ടാണ് സാധാരണ പാർക്കുകൾ യൂസ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചൈനീസ് റൈഡിനേക്കാളും ഏകദേശം ഒരു 4 times കോസ്റ്റ്ലിയാണ് ഈ യൂറോപ്യൻ റൈഡ്സ്. അല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു IT കമ്പനി തുടങ്ങാൻ നിന്നതിൽ നിന്ന് ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വന്നു എന്ന് പറഞ്ഞു. അതെ, ആ ജമ്പ് എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾ IT കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് 2011 ബിഗിനിങ്ങിലാണ് വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മനസ്സിൽ കുറേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ IT കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തുടങ്ങുന്നത്. എൻ്റെ ബ്രദർ ഒരു 525th CCI ആണ്, സിസ്കോ സർട്ടിഫൈഡ് എഞ്ചിനീയറാണ് ഇന്ത്യയിൽ. അതിൽ അപ്പോൾ അന്ന് കേരളത്തിൽ CCIs ഇല്ല. അപ്പോൾ എന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എല്ലാവരും ഈ CCNP വരെയാണ് ഇവിടെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. CCI കോഴ്സ് കേരളത്തിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കൊച്ചിയിൽ വന്നൊരു IT കമ്പനി, ഈ നെറ്റ്വർക്കിംഗ് കമ്പനി തുടങ്ങാമെന്ന് വിചാരിച്ചു വന്നു. അപ്പോൾ അന്ന് ഏകദേശം ഒരു 3 CR ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്ത്, കൂടാതെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ബാങ്ക് ലോൺ ലാസ്റ്റ് ടൈമിൽ റിജക്ഷൻ വന്നതോടുകൂടി ഞങ്ങൾ പെട്ടെന്ന് അവിടെ സ്റ്റക്കായി. അപ്പോഴാണ് ഇപ്പം നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് നോക്കണം. ഇത് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു. സൈഡായിട്ട് ഈ ചൈനീസ് ഇമ്പോർട്ട്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ലാമിനേഷൻ പൗച്ചിൻ്റെ. പക്ഷേ ഈ 5D തിയേറ്റർ എവിടെയെങ്കിലും കൊച്ചിയിൽ ഇതിൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ഈ നെറ്റ്വർക്കിംഗ് കമ്പനി ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നേരെ ഗോൾഡ് സൂക്കിൽ നമ്മുടെ ഫസ്റ്റ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര ഹ്യൂജ് സക്സസ് ആവുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 2 weeks 3 weeks അതൊന്ന് ഒരു ട്രാക്കിൽ വന്നതിന് ശേഷം ഞാനും ബ്രദറും കൂടെ ഒരു ഏകദേശം 6 months കൊണ്ട് ഒരു ഫ്രാഞ്ചൈസി മോഡലിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു 15ഓളം ലൊക്കേഷൻസ് സൈൻ ചെയ്തു, ഷോപ്പിംഗ് മാൾസിൽ. അതിൽ ചെറുതിൽ ഞങ്ങൾ തന്നെ ഇൻവെസ്റ്റേഴ്സിന് വെച്ച് ജോയിൻറ്റ് വെഞ്ചറിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ തന്നെ ചെയ്തു. ബാക്കിയെല്ലാം എല്ലാം ഫ്രാഞ്ചൈസി മോഡലിൽ തന്നെ 10% റോയൽറ്റി വെച്ചിട്ട് ഒരു ഫ്രാഞ്ചൈസി മോഡലിലാണ് എല്ലാം നമ്മൾ ചെയ്തത്. ഒരു 2 years ആയി. 2014 ആയപ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 35+ ഫ്രാഞ്ചൈസീസ് ഓൾ ഓവർ ഇന്ത്യ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ നമ്മൾ ഫ്രാഞ്ചൈസി അല്ലാതെ നമ്മൾ സെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പ്ലേയേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 5D തിയേറ്റർ ഒന്നും ചെയ്യുന്ന പ്ലേയേഴ്സേ ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് നോക്കിയപ്പോൾ ഓവർസീസിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഓപ്പറേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം അവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവർ കുറേ നമ്മുടെ നിന്ന് ഫ്രാഞ്ചൈസി അല്ലാതെ നമ്മൾ ഈ പ്രൊഡക്റ്റ് ആദ്യമൊക്കെ നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ 4 systems നമ്മൾ കംപ്ലീറ്റ്ലി ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യായിരുന്നു. അതിനുശേഷം നമുക്ക് മനസ്സിലായി ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സൈസ് ഡ്യൂട്ടിയൊക്കെ അന്ന് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പർച്ചേസ് കോസ്റ്റ് ഭയങ്കര കൂടുതലായത് കാരണം നമ്മൾ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ. പക്ഷെ 2014-15 ആക്കി ആയപ്പോഴേക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെല്ലെ ഈ എല്ലാ സിറ്റീസിലും, ഇന്ത്യയിലെ ഏകദേശം എല്ലാ മേജർ സിറ്റീസിലും ഈ 5D തിയേറ്റേഴ്സ്, ഷോപ്പിംഗ് മാൾസിലാണ് കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത്. പിന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ കുറച്ചൊക്കെ. അമ്യൂസ്മെൻറ്റ് പാർക്സ് എന്ന അതിലുപരി ഇത് കുറച്ചുകൂടി ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണല്ലോ വരുന്നത്. അതായത് ഇപ്പം നമ്മുടെ ലുലുവിൽ കാണുന്ന ഫണ്ടിയൂർ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോ ഫാൻറ്റസി ആണെങ്കിലും, അപ്പം വണ്ടർല പോലുള്ളൊരു അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം വേൾഡ് പോലെയുള്ളതൊന്നും ഒരു ഇൻഡിവിജ്വലിന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. കാരണം അത്രയും ക്രോസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, 150-200 കോടിയുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ബിസിനസ്. പക്ഷെ ഇത് പോസിബിളാണ്. ഇപ്പം എൻ്റെ നാട് വർക്കലയാണ് വരുന്നത്, അവർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്, അവിടെ ഇത് പോസിബിൾ ആണ്. ഇപ്പം മൂന്നാർ ലൈക്ക് ഒരാൾ കൂടുന്ന അല്ലെങ്കിൽ ഒരു ക്രൗഡ് കൂടുന്നിടത്ത് ദേ വോണ്ട് എൻ്റർടൈൻമെൻറ്റ്. അതിനാണല്ലോ ആൾക്കാർ ഡെഫിനറ്റ്ലി ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു വെക്കേഷൻ മൂഡിലേക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഒരു ബിസിനസ് പോസിബിലിറ്റി ഇനിയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. ഈ സാധാരണ രീതിയിൽ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഇപ്പോൾ വണ്ടർല കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നു.
ഇപ്പോൾ ഫാൻറ്റസി പാർക്ക് മലമ്പുഴയിൽ ഉണ്ട്, ഡ്രീം വേൾഡ്, സിൽവർ സ്റ്റോം, അങ്ങനെ പല അമ്യൂസ്മെൻറ്റ് പാർക്കുകളുണ്ട്. സാധാരണ വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ സാധാരണ രീതിയിൽ നമ്മൾ വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടർല പോലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിന് നമ്മൾ സാധാരണ രീതിയിൽ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പുറത്തൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു ടൂറിസ്റ്റ് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടുതലും മൂന്നാർ എക്സ്പ്ലോർ ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്കുകളും കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പം പക്ഷേ ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ കൂടുതലും ടൂറിസ്റ്റുകൾക്ക് ആ സ്ഥലം, അവിടുത്തെ കൾച്ചർ, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ അവിടെ എപ്പോഴും ഒരു 3 to 4 hours കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഞങ്ങൾ നോർമലി സജസ്റ്റ് ചെയ്യാറില്ല. കാരണം ഒരു ദിവസം വന്ന് രാവിലെ വന്ന് വൈകുന്നേരം വരെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയി സ്പെൻഡ് ചെയ്യണേക്കാളും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യണത് അവർ കാണേണ്ടത് അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഈ പറയുന്ന സ്ഥലങ്ങളുമാണ് അവർ കാണേണ്ടത്. നമ്മൾ കൂടുതൽ ഈ മേജർ സിറ്റീസ് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. വർക്കല പറഞ്ഞ പോലെ വർക്കലയാണെങ്കിൽ വർക്കല കാണാൻ വരുന്ന ആൾക്കാർ അമ്യൂസ്മെൻറ്റ് പാർക്കും റൈഡിങ്ങും കുട്ടികൾക്ക് ഉള്ള എൻജോയ്മെൻറ്റും കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ കൂടുതലും വർക്കല എന്താണെന്ന് മനസ്സിലാക്കും, അവിടുത്തെ കൾച്ചർ, നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചറും കാര്യങ്ങളും പഠിക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ 5D തിയേറ്ററാണെന്ന്. അതെന്താ 5D തിയേറ്ററിൽ സ്റ്റാർട്ട് ചെയ്തത്? അതായിരുന്നു അന്ന് കേരളത്തിൽ 5D തിയേറ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചെന്നൈയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ ഒരെണ്ണം ഉണ്ടായിരുന്നു, പിന്നെ മുംബൈയിലെങ്ങാണ്ട് 5D തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അന്നും അറിയില്ല. അവിടെ 2010 മുതൽ ഞങ്ങളുടെ മനസ്സിൽ കൊച്ചിയിലൊരു 5D തിയേറ്റർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ IT കമ്പനി തുടങ്ങിയതിനൊപ്പം അതിൻ്റെ സൈഡായിട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. നമുക്ക് അന്ന് മനസ്സിൽ ഈ ചൈനയിൽ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ, അന്ന് ഞാനല്ല, ബ്രദർ ചൈനയിലായിരുന്നു. അപ്പോൾ അവിടെ ചൈനയിൽ ആളവിടെ NIITയുടെ ടെക്നിക്കൽ ഹെഡായിരുന്നു. ഏകദേശം ഒരു 200ഓളം ബ്രാഞ്ചസ് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചൈനയിൽ കണ്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നുള്ളൊരു തോന്നലിലാണ് നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ IT കമ്പനി മെല്ലെ ഹോൾഡായി. അപ്പോൾ പിന്നെ ഫണ്ട് റേസിങ്ങിനായിട്ട് നല്ലൊരു ഈ ഫ്രാഞ്ചൈസി മോഡൽ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്നില്ല, നമ്മൾ തന്നെ തുടങ്ങാമെന്നുള്ള പ്ലാനിലായിരുന്നു. ഫസ്റ്റ് അതിൻ്റെ ഈ റവന്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഫ്രാഞ്ചൈസി മോഡൽ, അതായത് നമ്മൾ ഔട്ട്സൈഡ് സെയിൽ എന്നുള്ളത് മാറ്റി നിർത്തി ഫ്രാഞ്ചൈസി ആണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ ഒരു ലൊക്കേഷൻ പോലെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാനും പറ്റും, നമുക്ക് നല്ല രീതിയിൽ സർവീസ് കൊടുക്കാനും പറ്റും. ഈ നമുക്കൊരു എക്സ്ട്രാ ഈ ഒരു 1 ടൈം ഇൻകം എന്നുള്ളതല്ലാതെ അത് ഒരു കണ്ടിന്യൂസ് ഇൻകമായിട്ട് നമുക്ക് നിൽക്കുകയും ചെയ്യുന്നുള്ള ഒരു തോന്നലിലാണത് 5D സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലൊക്കേഷൻസ് ഒരു പാർക്ക് ഒരു സ്ഥലത്ത് ചെയ്ത് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കൺസെപ്റ്റും കൂടി ആയിരുന്നു അന്ന് ഈ 5D തിയേറ്റേഴ്സ്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സ്പെൻസ് ടു റിട്ടേൺ റേഷ്യോ പറയാൻ പറ്റും നമ്മുടെ ഓഡിയൻസിന്? 5D ഒക്കെ ഇപ്പൊ മെല്ലെ ഇല്ലാതായി. 5D മാറി ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ കൺസെപ്റ്റുകളാണ്. ഇപ്പൊ ഒരു 2016 ഞാൻ പറഞ്ഞില്ല, 2016 ആയപ്പോഴേക്കും 15-16 ആയപ്പോഴേക്കും വെർച്വൽ റിയാലിറ്റി വന്നു, VR വന്ന്. നമ്മളാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് VR അന്ന് മെച്യൂർഡ് ആവുന്നുള്ളൂ. അപ്പോൾ ചൈനയിൽ ഞങ്ങൾ പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ ചൈനയ്ക്ക് ട്രാവൽ ചെയ്യും. ഒറ്റ എക്സിബിഷൻസ് വിടില്ല, എല്ലാ എക്സിബിഷൻസ് ഇപ്പം ദുബായിലാണെങ്കിലും ചൈനയിലാണെങ്കിലും, മെയിനായിട്ട് ദുബായ് ചൈനയാണ് നമ്മൾ മെയിനായിട്ട് എക്സിബിഷൻസ് കൂടുതലും. നമ്മൾ എല്ലാ എക്സിബിഷനും പോകും. അപ്പോൾ അന്ന് ഈ ഒക്കുലസ് ഇറങ്ങിയ ടൈമാണ്. അപ്പോൾ അതിൻ്റെ കോപ്പി കുറേ ചൈനയിൽ കുറേ ഫാക്ടറി അന്ന് വെച്ചാൽ ഒക്കുലസ് മാത്രം ആ കണ്ണിൽ വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോസ് കാണാന്നുള്ളത് മാത്രമേ ഒക്കുലസിൻ്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ. കുറച്ച് വീഡിയോസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ചൈനീസ് കമ്പനികൾ ഈ ഒക്കുലസിൻ്റെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്ത് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗെയിംസ് റൈഡ്സും ചെയ്യാൻ തുടങ്ങി. ചൈനീസ് കമ്പനികളാണ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ എക്സ്പീരിയൻസ് കുഴപ്പമില്ല, പക്ഷേ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അന്ന് ഈ പറഞ്ഞ പോലെ മെച്യൂർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് ഒരു 2 കണ്ടെയ്നറോളം എക്യുപ്മെൻറ്റ്സ് ഇറക്കി. കൊച്ചിയിലില്ല, കാലിക്കറ്റ്, ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈയിൽ 2 സ്ഥലങ്ങൾ, ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ ഷോപ്പിംഗ് മാളുകളിൽ, ബാംഗ്ലൂർ, ഇത്രയും സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു.
ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഓക്കെ. ഈ ബിസിനസ്സിൽ മെയിൻലി റൈഡ്സ്, ഞാൻ ത്രിൽ റൈഡ്സ് മെയിൻലി ഉദ്ദേശിച്ച, അതിൽ ഏറ്റവും കൺസേൺ ആയിട്ട് വരുന്നത് സേഫ്റ്റിയാണ്. സേഫ്റ്റി, പിന്നെ റെഗുലേഷൻസ്. ഇതിൻ്റെ റെഗുലേഷൻ സൈഡ് വളരെ സ്ട്രോങ് ആണ്. അല്ല, ഐ മീൻ ഒരു റൈഡ് തുടങ്ങാൻ അത്ര എളുപ്പമല്ല എന്നാണ് ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതെ. സോ അതിലെല്ലാം എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സേഫ്റ്റി കൺസേൺസ് നോക്കുന്നതും റെഗുലേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്? സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എടുക്കുന്ന എക്യുപ്മെൻറ്റ്സ് എല്ലാം, ഇപ്പോൾ റൈഡ്സ് മെയിനായിട്ട് നമ്മളിവിടെ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ മൾട്ടി ഡൈമെൻഷണൽ തിയേറ്റേഴ്സ്, ഇമേഴ്സീവ് റൂംസും ബാക്കിയുള്ള മാസ് എൻ്റർടൈൻമെൻറ്റ് കൺസെപ്റ്റുകളെല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള 2-3 ഫാക്ടറീസ് ഉണ്ട്, അവിടുന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. എല്ലാം അവരുടെ എല്ലാം സേഫ്റ്റി സർട്ടിഫൈഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് എല്ലാം എടുക്കുന്നത്. പിന്നെ അഡ്വഞ്ചർ ഗെയിംസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അതോറിറ്റി ഉണ്ട്. ഈ ക്യാപ്സ് എന്നുള്ള ഒരു ബോഡി ഉണ്ട്. ഈ അഡ്വഞ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ഈ പറയുന്ന റൈഡുകളും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അമ്യൂസ്മെൻറ്റ് പാർക്കിന് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു അതോറിറ്റി വന്നിട്ടില്ല. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ നമ്മൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെല്ലാം ഇതിൻ്റെ ഡ്രോയിങ്സും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ എല്ലാം ഓപ്പൺ ചെയ്ത് കൊടുക്കുകയുള്ളൂ. പിന്നെ എല്ലാം നമ്മൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എത്ര ചെറിയ റൈഡാണെങ്കിൽ ഒരു 10 days നമ്മൾ ടെസ്റ്റ് റൺ ചെയ്ത് സ്റ്റാഫിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഡെയിലി ചെക്കിങ്, മന്ത്ലി ചെക്കിങ്, വീക്ക്ലി ചെക്കിങ് എന്നുള്ള രീതിയിൽ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഓപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സേഫ്റ്റി ഇപ്പം മെയിൻ പ്രോബ്ലം ഉണ്ടാകുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നോർത്ത് ഇന്ത്യൻ ഫാക്ടറീസ് ഉണ്ട്. അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ഫാക്ടറീസ് ഉണ്ട്. അപ്പോൾ അവർ തമ്മിലൊരു ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മളും ഈ നോർത്ത് ഇന്ത്യൻ റൈഡ്സ് എടുക്കാത്തതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റിയിൽ കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യും. ആ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് ഇതിന് സർവീസ് കൊടുക്കേണ്ടത്. 1 വർഷമല്ല 2 വർഷമല്ല, ഒരു റൈഡിന് എങ്ങനെ പോയാൽ ലൈഫ് ഒരു 12 to 15 yearsോളം നമ്മൾ എന്തായാലും ഏറ്റവും മിനിമം അത് റൺ ചെയ്താലാണ് ആ പാർക്കിന് നല്ല രീതിയിൽ പ്രോഫിറ്റബിളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാലും നല്ല ക്വാളിറ്റിയുള്ള സേഫ്റ്റി ഉറപ്പ് വരുത്തുന്ന റൈഡ്സ് മാത്രമാണ് നമ്മൾ എടുക്കാറുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതാണെങ്കിലും ത്രിൽ റൈഡ്സുകളൊന്നും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ കുറച്ച് ചാലഞ്ചാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറേഴ്സ് ഓൾറെഡി ചൈനയിലും യൂറോപ്പിലും ഉള്ളപ്പോൾ നമ്മൾ കുറച്ചും കൂടി അവരെ ഡിപ്പെൻഡ് ചെയ്യണമായിരിക്കും നല്ലതെന്നാണ് വിചാരിക്കുന്നത്. ഈ ഫൺട്യൂറ, അതിന് മുമ്പ് സ്പാർക്കീസ്, അപ്പോൾ അതുപോലൊരു പ്രോപ്പർലി ബ്രാൻഡ് ചെയ്തൊരു ഹോൾ മാൾ ഒരുമിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? അതായത് ഇപ്പോഴുള്ള ഫാമിലി കസ്റ്റമേഴ്സ് എല്ലാം അവർ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുഡ്, എൻ്റർടൈൻമെൻറ്റ്, ഷോപ്പിങ് ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളാണ് അവർ കൂടുതലും ചൂസ് ചെയ്യുന്നത്. അവർ ഒരു ദിവസം ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് എൻ്റർടൈൻമെൻ്റ് എന്നുള്ളൊരു കാര്യത്തിന് പോകുമ്പോൾ അവർക്ക് ഇതെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കിട്ടണം. അപ്പോൾ അതിന് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. പക്ഷേ എന്താ വെച്ചാൽ ഞങ്ങൾ കൂടുതലെന്ന് വെച്ചാൽ അങ്ങനെ ജോയിൻറ്റ് വെഞ്ചറായിട്ട് നമ്മളിപ്പോൾ കൊച്ചിയിലൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല, പ്ലാനിങ്ങിലുണ്ട്. ഓക്കെ. നമുക്ക് നേരത്തെ നമ്മൾ സേഫ്റ്റിയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഈ നേരത്തെ പറഞ്ഞില്ലേ സൗത്ത് ഇന്ത്യ ആണ് കൂടുതൽ ഇതിന് പറ്റിയ ക്ലൈമറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു, നോർത്ത് ഇന്ത്യയെക്കാളും. അതെല്ലാം ആക്ച്വലി സേഫ്റ്റി ആണോ അതേ മെഷീൻ്റെ ലൈഫാണോ, എന്താണ് അത് ആക്ച്വലി എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഐ മീൻ ചേട്ടാ അങ്ങനെ പറഞ്ഞ കാര്യം എന്താണ്? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലാണ് ശരിക്കും. നോർത്ത് ഇന്ത്യയിലും ഒരുപാട് പാർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പാർക്കുകൾ കൂടുതലുള്ളത്, ചെറുതായിട്ടും വലുതായിട്ടും കൂടുതൽ പാർക്കുകൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള പാർക്കുകളെല്ലാം നോർത്ത് ഇന്ത്യയിലുള്ള പാർക്കുകളെക്കാളും പ്രോഫിറ്റബിളായിട്ടാണ് പോകുന്നത്. ഈ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാം കൂടുതലും ഔട്ട്ഡോർ റൈഡുകൾ, വാട്ടർ പാർക്കുകൾ, തീം പാർക്കുകൾ എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ക്ലൈമറ്റ്, നമ്മൾ സൗത്ത് ഇന്ത്യയിലെ ക്ലൈമറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു തണുപ്പിലേക്കും പോയി. വിൻ്റർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടൊന്നും കാര്യമില്ല. വെള്ളത്തിലിറങ്ങി കളിക്കാനൊന്നും നമുക്ക് വാട്ടർ പാർക്കിൽ പോകാൻ വിൻ്റർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല.
പക്ഷേ സമ്മർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അതുപോലെ ഈ നോർത്ത് ഇന്ത്യയിലുള്ള പോലെ ചൂടില്ല. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻസിൽ ഇപ്പോൾ ഒരു വിൻ്റർ ടൈമിൽ ഇപ്പോൾ ഡൽഹിയിൽ ഒരു വാട്ടർ പാർക്കിൽ വെള്ളത്തിലിറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ കുറച്ച് നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കൊക്കെ നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലുള്ള വാട്ടർ പാർക്കാണെങ്കിൽ പിന്നെ ഇറങ്ങുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിസിനസ് സൈഡിലാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ മെയിൻ്റനൻസിൻ്റെ അല്ലെങ്കിൽ സേഫ്റ്റി സൈഡിലല്ല ഞാൻ പറഞ്ഞത്. ബിസിനസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ നടക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്കിന്റെ അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് പാർക്കുകളുടെയും ബിസിനസ് കുറച്ചും കൂടി നോർത്ത് ഇന്ത്യനേക്കാളും നന്നായി നടക്കുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. ഓക്കെ, എനിക്ക് നിങ്ങൾ ഇത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ കഥ പറഞ്ഞുതരാമോ? ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ശരിക്കും ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞങ്ങൾ ഒരു 5D തിയേറ്ററിൽ നിന്ന് മാറി ഒരു പാർക്ക് കൺസൾട്ടിങ്ങിലേക്ക് പോകുന്നത് 2015 അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു ഗ്രാഫ് കയറി വന്ന ഗ്രാഫ് മെല്ലെ താഴോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് എന്തായാലും ഒന്ന് മാറി ഒന്ന് ട്രൈ ചെയ്യണം. ഈ ഒരു ഇൻഡസ്ട്രി തന്നെ പാർക്ക് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ കൺസൾട്ടിങ്, അതിൻ്റെ ഡ്രോയിങ്, അതിൻ്റെ എക്സിക്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് മാറണം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞങ്ങൾ ഈ പാർക്കുകൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. പുതിയ ഇന്ത്യ മാർട്ട് പോലുള്ള ഈ B2B സൈറ്റുകളിൽ നമ്മുടെ പാർക്ക് കൺസൾട്ടിങ്ങിനെ കുറിച്ചുള്ള നമ്മുടെ കമ്പനി പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത്, അപ്പം അങ്ങനെ നമുക്ക് ഫസ്റ്റ് പാർക്ക് കിട്ടുന്നത് മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിലുള്ള ഒരു കൗബോയ് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്ക്. അന്ന് ഇപ്പം പാർക്കിന് പേരൊന്നും ഇട്ടിട്ടില്ല, ഹൈഡൽ ടൂറിസത്തിൻ്റെ ഒരു പാർക്കാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കോണ്ടൂർസും കാര്യങ്ങളൊക്കെ ഒരു പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷനിലായിരുന്നില്ല. മൊത്തം മരങ്ങളും പ്ലെയിൻ ഏരിയ ഭയങ്കര കുറവ്. അവിടെ നമുക്ക് എന്തെങ്കിലും അമ്യൂസ്മെൻറ്റ് പ്ലസ് വാട്ടർ പാർക്കില്ല, അമ്യൂസ്മെൻറ്റും അഡ്വഞ്ചറും. അപ്പോൾ ഞങ്ങൾ പോയി കണ്ടു, അതിൻ്റെ ഓണേഴ്സ് എല്ലാം വന്ന് ഓഫീസിൽ വന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള പാർക്കിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഈ മരങ്ങളൊന്നും മുറിക്കാതെ തന്നെ നമുക്ക് ഈ പാർക്ക് മൊത്തം അവിടെ ചെയ്തെടുക്കണം. 2 ഏക്കർ ലാൻഡേ ഉള്ളൂ, പാർക്കിങ്ങിനും ഒക്കെ വേറെ ലാൻഡ് ഉണ്ട്. നമ്മുടെ ഈ പറയുന്ന മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ മാട്ടുപ്പെട്ടി ഡാമിലെ ബോട്ടിംഗ് സെൻ്റർ ഉണ്ട്. ബോട്ടിംഗ് സെൻ്ററിനോട് ചേർന്നിട്ടുള്ള പാർക്കാണ്. അത് ചെയ്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പാർക്ക് കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നി അതാണ്. കാരണം ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഒരു റൈഡ് കൊണ്ടുവരിക, ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് മാറിയിട്ട് ഒരു പാർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിരുന്നു. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിനുവേണ്ടി ഡ്രോയിങ്ങിനും കാര്യങ്ങൾക്കായിട്ട് പുതിയ ടീമിനെ ഡെവലപ്പ് ചെയ്തു, ടെക്നിക്കൽ ടീമിനെ സെറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റാർട്ടിങ് ഇതായതുകൊണ്ട് ഞാനും ബ്രദറും അവിടെ തന്നെ പോയി നിന്ന് എന്താ പറയുക, അത് ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ്. ഇന്നും അത് നല്ല രീതിയിൽ ഇപ്പോഴും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർക്കാണ്. എനിക്ക് തോന്നുന്നത് അത് തന്നെയായിരിക്കും ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്. ഈ 2014 ആദ്യം 5D തിയേറ്റർ തുടങ്ങി, അത് ഒന്ന് താഴോട്ട് ഒരു 14-15 ആയപ്പോൾ താഴോട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് VR-ൻ്റെ സ്റ്റാർട്ട് ചെയ്തു, അതും പിന്നെ ഒന്ന് താഴേക്ക്. അപ്പം ഇതിൽ ശരിയാണ്, ഓരോ ടൈമിലും ഓരോ എൻ്റർടൈൻമെൻ്റ് ആണ്, ഓരോ സ്റ്റൈലാണ്, ആൾക്കാർക്ക് ഓരോ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. അപ്പം എന്തുകൊണ്ട് ലൈക്ക് ഇതിനകത്തൊരു ഫെയിലിയർ ആയി ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല, ലൈക്ക് ഇത് ഫെയിലാവും എന്ന് തോന്നിയൊരു മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഫെയിലിയർ ആവുന്ന ഒരിക്കലും തോന്നിയിട്ടില്ല. ഓക്കെ. പക്ഷേ കോവിഡ് വന്ന സമയത്ത് ഞങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തൊരു ടൈമാണ്. 2018 സ്നോ പാർക്ക് കാലിക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. 2020 കോയമ്പത്തൂർ സ്റ്റാർട്ട് ചെയ്യണം. അന്ന് ഞങ്ങൾ കോഴിക്കോട് ചെയ്തതിനേക്കാളും ഒരു 30-40% വലിയ സ്നോ പാർക്കാണ് കോയമ്പത്തൂർ ബ്രൂക്ക് ഫീൽഡ്സ് മാളിൽ ചെയ്തത്. ഒരു 20,000 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തത്. 1 ഇയർ എടുത്തു അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 2020 മാർച്ച് 6 ഇതിൻ്റെ ഇനോഗ്രേഷൻ നടന്നത്. സ്നോ ഫാൻറ്റസിയുടെ ഇനോഗ്രേഷൻ കോയമ്പത്തൂർ നടന്നത്. 15 കോവിഡ് വന്നിട്ട് കംപ്ലീറ്റ് ഷട്ടായി. അതുമാത്രമല്ല, അന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു 10ഓളം ലൊക്കേഷൻസ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 200+ എംപ്ലോയീസ് എന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ലൊക്കേഷനും ഒരുമിച്ച് മാർച്ച് 21 കേരളത്തിലെ എല്ലാ ലൊക്കേഷൻസും ഷട്ട് ഡൗൺ ആയി. ആ സമയത്ത് ഞങ്ങൾക്ക് എന്താ ഈ സ്നോ പാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐസൊക്കെ ഫുള്ള് താഴെ സ്നോ ഒന്നും എടുത്തു മാറ്റാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇതൊന്നും ഓഫ് ചെയ്യാനും പറ്റിയില്ല. ആ സമയത്ത് എവിടേക്കും ട്രാവൽ ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 വീക്സിനുള്ളിൽ ഓപ്പൺ ചെയ്യും. അപ്പോൾ പിന്നെ നോർമൽ സ്റ്റേജിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. പിന്നീട് ഞങ്ങൾ ഈ പാർക്കുകളെല്ലാം ഓപ്പൺ ചെയ്യുന്നത് നവംബറിലാണ്. അത്രയും നാളത് ഓഫ് ചെയ്തില്ലേ?
അത്ര നാളല്ല, ഞങ്ങളൊരു ഏകദേശം ഇടയ്ക്ക് ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നുമല്ലോ. ഞങ്ങൾക്ക് അത് ഓഫ് ചെയ്യാത്തതിന് ആ എക്സ്പെൻസിനേക്കാളും കൂടുതൽ ഈ 200+ എംപ്ലോയീസിനുള്ള സാലറി ആണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക്. കാരണം ഓൾറെഡി വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കോയമ്പത്തൂരിലേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു ഡ്രെയിൻ ഔട്ടായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കോയമ്പത്തൂർ സ്നോ ഫാൻറ്റസിയിലേക്ക് ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഈ സ്റ്റാഫിൻ്റെ സാലറി ഭയങ്കര ഒരു പ്രോബ്ലമായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ചും കൂടി വൈകിയായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു ഫെയിലിയർ ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നേനെ. പിന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ എന്താ പറയുക, ആളുകൾ എല്ലാ പാർക്കുകളിലേക്കും നല്ല രീതിയിൽ കയറാനും തുടങ്ങി. എല്ലാവരും ഈ പറഞ്ഞ പോലെ വീട്ടിലിരുന്ന് മടുത്ത് പുറത്തേക്ക് ഇറങ്ങി എല്ലാം നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്തു. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2-3 months കൊണ്ട് തന്നെ സോൾവ് ചെയ്തു. ഓക്കെ. ഈ ഇതിൻ്റെ ഒരു മാർക്കറ്റിനെ പറ്റി ചോദിച്ചോട്ടെ. ഇപ്പം നമുക്ക് 3 മാർക്കറ്റായിട്ട് എടുക്കാം: കേരള, ഇന്ത്യ, വേൾഡ്. ഓക്കെ, ഗ്ലോബൽ. അതെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എവിടെയാണ് കേരളം ഒരു 100% എവിടെയാണ്, ഇന്ത്യ എവിടെയാണ്, ഗ്ലോബലി ഇത് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്? ഇപ്പം നമ്മുടെ പോപ്പുലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ 145 CR ആണ്. അതായത് വേൾഡ് പോപ്പുലേഷൻ്റെ ഏകദേശം 20% ഇന്ത്യ ഉണ്ട്. അതെ. അപ്പോൾ ഇന്ത്യ വലിയൊരു മാർക്കറ്റ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറച്ചും കൂടി ഡൊമസ്റ്റിക് ടൂറിസം മാറി എല്ലാവരും പുറത്തേക്ക് പോകാനൊക്കെ തുടങ്ങി. പക്ഷേ എന്തായാലും ഈ സൗത്ത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ടൂറിസം നല്ല രീതിയിൽ ഡെവലപ്പ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ഈ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾ മുമ്പത്തേക്കാളും നോർത്ത് ഇന്ത്യൻസ് എല്ലാം നന്നായി വരുന്നുണ്ട്. പിന്നെ ഈ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കുറച്ചൊന്ന് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഈ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് അത് മെല്ലെ പിക്കപ്പായി വന്നോളും. ഇപ്പോൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഇപ്പോൾ ഡൽഹിയിൽ പുതിയ പാർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഇത് ഇന്ത്യ നല്ലൊരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അവർ യൂണിവേഴ്സൽ സ്റ്റുഡിയോ പോലുള്ള വലിയ ഗ്രൂപ്പുകൾ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഉള്ള പാർക്കുകളിൽ വളരെ കുറച്ച് പാർക്കുകൾ മാത്രമാണ് ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ, സേഫ്റ്റിയും കാര്യങ്ങളും പ്രോപ്പറായിട്ട് നോക്കിയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള യൂറോപ്യൻ സൗത്ത് മിഡിൽ ഈസ്റ്റ് പാർക്കുകളൊക്കെ കുറച്ചും കൂടി, എല്ലാ പാർക്കുകളും നല്ല രീതിയിൽ കുറച്ചും കൂടി സേഫ്റ്റി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ നോക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഇപ്പോൾ വരുന്നുണ്ട് ഓരോ ഗവൺമെന്റ് ബോഡീസ് ഈ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടും. ഇതിന് പ്രത്യേക ഒരു ബോഡി ഉണ്ടോ അമ്യൂസ്മെന്റ് പാർക്ക്? ഇപ്പം ഇല്ല, ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയുള്ള അമ്യൂസ്മെന്റ് പാർക്കുകൾക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്, IAP എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ. എല്ലാ വർഷങ്ങളിലും എക്സിബിഷൻസ് ഞങ്ങളും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ സ്റ്റോൾ എല്ലാ വർഷങ്ങളിലും ഉണ്ടാവും മുംബൈയിൽ. ആ ഒരു അസോസിയേഷൻ ഉള്ള കാരണമാണ് നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഏതെങ്കിലും പാർക്കുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇൻവോൾവ് ചെയ്ത് അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും. ഇപ്പോൾ 2018 GST 18% 28% ആണ്. അതെ 28% വന്നു കഴിഞ്ഞപ്പോൾ അത് എൻ്റെ ടിക്കറ്റിൽ 28% GST ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ടായി. കസ്റ്റമേഴ്സിനും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ IAP ഇടപെട്ടിട്ടാണ് ഫിനാൻസ് മിനിസ്റ്ററായിട്ടൊക്കെ പോയി സംസാരിച്ച് അത് 18% റിഡ്യൂസ് ചെയ്തു. അങ്ങനെ ഒരു ബോഡി ഉള്ളത് കാരണം നമുക്ക് നമ്മുടെ പാർക്കുകളുടെ മെമ്പേഴ്സായിട്ടുള്ള എല്ലാ പാർക്കുകളുടെയും എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ആ ഒരു ബോഡി, IAP എന്ന് പറഞ്ഞ ബോഡി ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പാർക്ക് ഡിസ്നിലാൻഡ്. അതിനൊരു അതിൻ്റെതായ ഒരു ലെഗസി ഉണ്ട്, അതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു വലിയൊരു ലെഗസി തന്നെ ഉണ്ട്. അപ്പം ഡിസ്നിലാൻഡിൽ പോകാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലൈഫിൽ എല്ലാവരുടെയും ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നതാണ് ഡെഫിനറ്റ്ലി. അതുപോലെ ഒരു മാസീവായിട്ടുള്ളൊരു amusement park like legacy can't be bought but rest the huge amusement park അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് ഉടനെ വരാൻ ചാൻസ് ഉണ്ട്. ഉടനെ അല്ലെങ്കിൽ അതാണ് നമ്മളായിട്ട് ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്താ വെച്ചാൽ അതാ ഞാൻ പറഞ്ഞു, യൂണിവേഴ്സൽ സ്റ്റുഡിയോ വരുന്നുണ്ട്. യൂണിവേഴ്സൽ സ്റ്റുഡിയോ, ഡിസ്നിലാൻഡ്, ഇവർ രണ്ടുപേരുമാണ് ശരിക്കും വേൾഡിലെ ഏറ്റവും ടോപ്പ് ഈ എന്താ പറയുക തീം പാർക്കുകളുടെ ജയൻസ് എന്ന് പറയുന്നത്. അവർ ഇപ്പോൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ പുതിയ അവർ സ്പേസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അധികം താമസിയാതെ വരും എന്തായാലും. ഇവിടെ ഇപ്പോൾ മോൾസിൽ മെയിൻലി ഫണ്ടിയൂറ പോലുള്ള ഇത് ഞാൻ ഫണ്ടിയൂറ എനിക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ടാണ് ഫണ്ടിയൂറ എന്ന് പറയുന്നത്. അങ്ങനത്തെ റൈഡ്സ് കൂടുതൽ ഫാമിലീസ് ആണ് കൂടുതൽ വരുന്നത്. ഇപ്പം പുറത്ത് ഒരു 3 പേര് 2 മക്കളും അച്ഛനും അമ്മയും കൂടെ 4 പേര് വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ലൈക്ക് പിള്ളേരെ ഈ റൈഡ്സിന് കൊണ്ടുപോവുക, ഇപ്പം നേരത്തെ പറഞ്ഞ ഫുഡ് കഴിക്കുക, ഷോപ്പിംഗ്, ലൈക്ക് എവറിത്തിങ് അണ്ടർ വൺ ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലേക്കാണ്. അപ്പം ഈ ഒരു കൺസെപ്റ്റിൽ പെർ ഹെഡ് എക്സ്പെൻസസ് ലൈക്ക് ഒരു മിഡിൽ ക്ലാസ്, നമ്മൾ ഇന്ത്യ ഒരു മിഡിൽ ക്ലാസ് മൊത്തത്തിൽ 60-70% മിഡിൽ ക്ലാസ് ആണ്. അപ്പം അവർക്ക് അത് അഫോർഡബിൾ ആവുന്നുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബിക്കോസ് ഈ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ലൈക്ക് നമ്മുടെ ലുലുവിൽ മുമ്പ് സ്പാർക്കി ആയിരുന്നു ഉണ്ടായിരുന്നത്. സെയിം ഗ്രൂപ്പ് തന്നെയാണ്. പക്ഷേ ഇപ്പം മൊത്തം ഫണ്ടൂറ എന്നുള്ള ബ്രാൻഡിൽ ലുലുവിൻ്റെ അണ്ടറിലേക്ക് ലുലു ആണ് ഇപ്പം അത് ഒരു സബ് ബ്രാൻഡ് പോലെയായി. ഓക്കെ. അപ്പം ആ ഒരു സംഭവം മിഡിൽ ക്ലാസ്സിലേക്ക് അഫോർഡബിലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം ഞാൻ ഒരു 10 years ആയിട്ട് കൊച്ചിയിലുണ്ട്. അപ്പം പണ്ടത്തെ സ്പാർക്കീസിലെ റേറ്റും ഇപ്പോഴത്തെ ഫണ്ടിയൂറയിലെ റേറ്റ്സ് തമ്മിൽ എനിക്ക് നല്ല ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. അത് മേ ബി ഇനി വർഷങ്ങളെ ഈ ഒരു ഇൻഫ്ലേഷൻ കാര്യങ്ങളോട് തോന്നിയതാണോ അതോ എനിക്ക് ലൈക്ക് അന്ന് അഫോർഡബിൾ അല്ലായിരുന്നു ഇന്ന് അഫോർഡബിൾ ആയതുകൊണ്ട് തോന്നിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അത് കൂടുതലും മിഡിൽ ക്ലാസ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയും ആൾക്കാരിലേക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ പാരൻസിന് കിഡ്സിനെ ആക്കിയിട്ട് പോവാം, ലൈക്ക് ഒരു റൈഡ്സിലേക്ക് ഏൽപ്പിച്ചിട്ട് പോവാം, അവർക്ക് ദേ കോൺ ഗോ ഫോർ ഷോപ്പിംഗ് എന്നൊരു കൺസെപ്റ്റ്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്സ് ഒക്കെ നമ്മളിവിടെ വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് മിഡിൽ ക്ലാസ്സിന് അത്രത്തോളം മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് കാറ്റർ ചെയ്ത് തന്നെയാണ് അല്ലെങ്കിൽ ടൈലർ ചെയ്ത് തന്നെയാണ് ഇത് കൂടുതലും ചെയ്യുന്നത്. ആരംഭിൽ പറഞ്ഞത് ഫണ്ടൂറയുടെ റേറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ല, ഫണ്ടൂറയുടെ റേറ്റ് കുറഞ്ഞിട്ടില്ല. വലിയ കാര്യമായിട്ട് നേരത്തെ പോലെ ഈ ഒരു ഇത്ര നാളത്തെ ഒരു ജേണിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻക്രീസ് വന്നിട്ടില്ല എന്നുള്ളൂ. റേറ്റ്സ് എപ്പോഴും കൂടുന്നത് അമ്യൂസ്മെന്റ് പാർക്കുകളിലായിരിക്കും കൂടുതലും. കാരണം ഗെയിമിംഗ് സോൺസിന്, ഒരു ഷോപ്പിംഗ് മാളിലെ ഗെയിമിംഗ് സോൺസിന് പുതിയ റൈഡുകൾ ചേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. ഒരിക്കലും ആഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഒരെണ്ണം മാറ്റിയിട്ട് വേറെ ഒരെണ്ണം കൊണ്ടുവരാം. കാരണം എന്താ വെച്ചാൽ സ്പേസ് കൺസ്ട്രെയിൻ ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ഒരു 15,000 സ്ക്വയർ ഫീറ്റ്, 20,000, 50,000 സ്ക്വയർ ഫീറ്റ്, അതിനേക്കാൾ കൂടുതലാക്കി ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ അമ്യൂസ്മെന്റ് പാർക്കുകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കൂടുമ്പോൾ റേറ്റ്സ് ഇൻക്രീസ് ആയി വരികയാണ്. കാരണം അവർക്ക് പുതിയ ലാൻഡുകൾ, ഉള്ള ലാൻഡിൽ കൂടുതൽ റൈഡുകൾ കൊണ്ടുവരണം, അത് അഡ്വർടൈസ് ചെയ്യണം. ലാൻഡ് ചിലപ്പോൾ പുതിയ റൈഡ്സ് കൊണ്ടുവരാൻ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 hours 4 hours സ്പെൻഡ് ചെയ്ത് ഒരു പാർക്കിൽ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയി കഴിഞ്ഞാലും ഇഷ്ടമുള്ള റൈഡ്സ് ചൂസ് ചെയ്ത് കയറാൻ പറ്റും. എല്ലാ റൈഡ്സിലും തീരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുതിയ സാധനങ്ങൾ വരുമ്പോൾ അത് കൊണ്ടുവന്ന് നമ്മൾ ഈ പുതിയതായിട്ട് വരുന്നത് ആ പാർക്കിൽ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റും. അത് നല്ല രീതിയിൽ അഡ്വർടൈസ് ചെയ്യാനും പറ്റും. വന്ന ആൾക്കാർക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വീണ്ടും കൊണ്ടുവരാനും പറ്റും. ഈ പാർക്കുകൾ എപ്പോഴും പ്രൈസ് കയറി തന്നെയാണ് വരുന്നത്. തിരിച്ച് സുഞ്ചേട്ടൻ പറയുന്നത് വെച്ചാൽ നേരെ തിരിച്ച് ഗെയിമിംഗ് സോൺസ് ലൈക്ക് മാളിലേക്ക് പ്രൈസ് അങ്ങനെ ഒരുമിച്ച് ഒറ്റയടിക്കായിട്ട് റാപ്പിഡ്ലി കൂടത്തില്ല. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വണ്ടർലേ ആണെന്നുണ്ടെങ്കിലും ഈ ഫാന്റസി പാർക്ക്, ഈ അതുപോലുള്ള പാർക്കുകളിലെല്ലാം എല്ലാ വർഷങ്ങളിലും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ പുതിയ റൈഡുകൾ വരും. ഇപ്പോൾ ഫാന്റസി പാർക്ക് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ 3 സ്ലൈഡുകളാണ്. ഒരു വലിയൊരു വാട്ടർ സ്ലൈഡ് വന്നിട്ടുണ്ട്, ഡ്രോപ്പ് ടവർ വന്നിട്ടുണ്ട്, സ്വിങ്ങിങ് ചെയർ വന്നിട്ടുണ്ട്. അതിന് മുമ്പത്തെ വർഷം വലിയൊരു മൾട്ടിപ്ലേ സ്റ്റേഷൻ വന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പം നമ്മൾ ഫാന്റസി പാർക്കിൽ കൊണ്ടുവരുന്നത് 3 പുതിയ റൈഡുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വർഷം ലാൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ റൈഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ചെയ്യാതെ പറ്റില്ല. അപ്പോൾ വന്ന ആൾക്കാർക്ക് പുതിയൊരു റൈഡ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വീണ്ടും വരാൻ, അതുകൊണ്ട് തന്നെ എല്ലാ പാർക്കുകളെല്ലാം ഈ പറഞ്ഞ പോലെ ഇൻകം കൂടി വരിക തന്നെയാണ്. ആ ഗ്രാഫ് മോളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ പുതിയ റൈഡുകൾ കൊണ്ടുവന്ന് പുതിയ അട്രാക്ഷൻസ് ആഡ് ചെയ്തില്ലെങ്കിൽ പാർക്കുകൾക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. അവർക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി പുതിയ അത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണം. റൈഡുകൾ അത് ഇനോഗ്രേറ്റ് ചെയ്യണം, നല്ല രീതിയിൽ അഡ്വർടൈസ് ചെയ്യണം. നേരെ തിരിച്ച് ഒരു മോളിലാകുമ്പോൾ അതിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെന്റിന്റെയോ മാർക്കറ്റിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. കാരണം അവിടെ വരുന്നവർ തന്നെയാണ് വരുന്നവർ അല്ല വരുമൊക്കെ ചെയ്യും. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ
ആ റൈഡുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടൂറ പോലുള്ള വലിയ കമ്പനികൾക്ക് അത് പിന്നെ ഫണ്ടൂറ മൊത്തം മാറ്റിയില്ല, അവരുടെ ഒരുപാട് റൈഡുകൾ മൊത്തം മാറ്റി പുതിയ റൈഡുകൾ കൊണ്ടുവന്നു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഒരിക്കലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂടുതൽ എക്സ്പെൻസീവ് ആക്കാൻ പറ്റില്ല അവർക്ക്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടൂറയും ഒരു അമ്യൂസ്മെന്റ് പാർക്കും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടൂറയിൽ ഈ ഒരു ഫാമിലി പോയി സ്പെൻഡ് ചെയ്യണേക്കാളും വളരെ കുറവായിരിക്കും ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ. നമ്പർ ഓഫ് റൈഡ്സിന്റെ അല്ല, എല്ലാ പാർക്കുകളിലെല്ലാം അമ്യൂസ്മെന്റ് പാർക്ക്, അതായത് ഞാൻ പറയുന്നത് വലിയ അമ്യൂസ്മെന്റ് പാർക്കുകളിലെല്ലാം സിംഗിൾ എൻട്രി ടിക്കറ്റ് ആയിരിക്കും. ഒറ്റ എൻട്രി. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 700 ആണ് 700, 1000 ആണ് 1000. കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് റൈഡിൽ വേണമെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിൽ കയറാം. പക്ഷേ ഫണ്ടൂറയിൽ ഇപ്പോൾ 1000 റുപ്പീസിൻ്റെ ഒരു റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഇത് മൊത്തം തീർത്തിട്ട് അടുത്ത റീചാർജ് തരും. ഹാഫ് ആൻ അവർ വേണ്ട, ഒരു 15-20 മിനിറ്റ്സിലൊക്കെ ഒരു 1000 റുപ്പീസ് തീർക്കണമെങ്കിൽ അത്ര പെട്ടെന്ന് തരും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡ് സിസ്റ്റം ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൈസ ഈ റീചാർജ് ചെയ്ത് ആ കാർഡ് എം ടി ആവണം നമ്മൾ അറിയില്ല. അപ്പോൾ വീണ്ടും റീചാർജ് ചെയ്യും. അമ്യൂസ്മെന്റ് പാർക്കുകളെല്ലാം സിംഗിൾ എൻട്രി ടിക്കറ്റ്. വലിയ അമ്യൂസ്മെന്റ് പാർക്കുകളെല്ലാം ഫണ്ടൂറയാണ്, വണ്ടർലേ ആണെന്നുണ്ടെങ്കിലും ഫാന്റസി പാർക്ക് ആണെങ്കിലും എല്ലാം സിംഗിൾ എൻട്രി ടിക്കറ്റാണ്. ഇവിടെ ഓൾ ഇന്ത്യ നിങ്ങൾ എല്ലാ അമ്യൂസ്മെന്റ് പാർക്സും ഓൾമോസ്റ്റ് മിക്ക അമ്യൂസ്മെന്റ് പാർക്സും ഫാന്റസി ഈ ഗെയിമിംഗ് സോൺസും എല്ലായിട്ട് വർക്ക്. നിങ്ങളുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൈഡ്സ് ഏതൊക്കെ എവിടെയൊക്കെയാണ്? ശരിക്കും ഇപ്പം ചെയ്യുന്ന കുറച്ച് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രൊജക്ട്സാണ് ഇപ്പോൾ ഏറ്റവും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് നമ്മൾ നോക്കി കാണുന്നത്. ഒന്ന് ഞങ്ങളിപ്പോൾ ഒരെണ്ണം ഞങ്ങൾ ചെയ്തു കൊടുത്താണ്. അഹമ്മദാബാദ് കങ്കാരിയ ലേക്കിലാണ് നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റത്തെ ഫ്ലൈയിങ് തിയേറ്റർ. അതായത് ഈ 5D തിയേറ്ററിൻ്റെ തന്നെ ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ്. ഇപ്പോൾ ഷാഹായിലുണ്ട്, ബെയ്ജിങ്ങിലുണ്ട്, പിന്നെ US-ലുണ്ട്, പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ഫ്ലൈയിങ് തിയേറ്റർ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ ഫ്ലൈയിങ് തിയേറ്റർ കേട്ടോ. അപ്പോൾ അതേ ഫ്ലൈയിങ് തിയേറ്റർ നമ്മൾ ഫസ്റ്റത്തെ ഇവിടെ കങ്കാരിയ ലേക്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആയിട്ടുള്ള പാർക്കിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സപ്ലൈ ചെയ്തേക്കുന്ന സെക്കൻഡ് ഞങ്ങളുടെ ഓൺ ഫ്ലൈയിങ് തിയേറ്റർ ഇപ്പോൾ മാൾ ഓഫ് ഖത്തറിൽ ഇപ്പോൾ അത് ഞങ്ങളുടെ ഫസ്റ്റ് ഓവർസീസ് പ്രോജക്റ്റാണ്. ഞങ്ങളും ഫാന്റസി പാർക്കും കൂടെ ജോയിൻറ്റ് വെഞ്ചറിലാണ് അത് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഈ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് അത് ഓപ്പൺ ആവും. ഓക്കെ. അതുപോലെ തന്നെ കൊച്ചിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഹൈലൈറ്റ് ഗ്രൂപ്പായിട്ട്. ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ പുതിയ പ്രൊജക്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുമായിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ പുതിയ പ്രൊജക്റ്റ് ഐലൻഡിലാണ് നമ്മുടെ കൊച്ചിയുടെ നെക്സ്റ്റ് പ്രൊജക്റ്റ് വരുന്നത്. അതുപോലെ മൂന്നാറിൽ ഞങ്ങളുടെ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡോം തിയേറ്ററിൻ്റെയും അതുപോലെ തന്നെ റെയിൻബോ സ്ലൈഡ് എന്നുള്ള. ഡോം തിയേറ്റർ എന്ന് നമ്മുടെ ലാസ് വേഗാസിലുള്ള ആ ഒരു സ്പിയർ പോലെ, ലാസ് വേഗാസിലൊക്കെ കാണുന്ന പോലത്തെ വലിയ അത് സ്പിയറിന്റെ ചെറിയ ഫോർമാറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഡോം തിയേറ്റർ എന്ന് പറഞ്ഞത്. ഡോം ആയിരിക്കും അത്. അതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേഴ്സീവ് പ്രൊജക്ഷനാണ്. അതായത് മൾട്ടിപ്പിൾ പ്രൊജക്ടേഴ്സ് വെച്ചിട്ട് ഏകദേശം 8 പ്രൊജക്ടേഴ്സ് വെച്ചിട്ട് 360 ഡിഗ്രിയിൽ, അതായത് വോളും റൂഫും അതുപോലെ തന്നെ ഫ്ലോറും പ്രൊജക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. അതിപ്പം മൂന്നാർ നമ്മൾ ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മന്തിൽ ഓപ്പണിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് ആൽഫൈൻ കോസ്റ്റർ നമ്മൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാസൽ കൈമയിലൊക്കെ ഉണ്ട് ആൽഫൈൻ കോസ്റ്റർ. ഇന്ത്യയിൽ ഇതുവരെ ഇല്ല. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് നമ്മുടെ ഫസ്റ്റത്തെ ആൽഫൈൻ കോസ്റ്റർ ഇൻസ്റ്റലേഷൻ. ഇപ്പോൾ അത് ഓൾറെഡി സൈൻ ചെയ്തു. ഒരു 6 to 8 months ആൽഫൈൻ കോസ്റ്റർ. ഇത് ഇപ്പം മെയിനായിട്ടുള്ള ഞങ്ങളുടെ ഈ ഖത്തറിലെ പ്രൊജക്റ്റും ഈ ആൽഫൈൻ കോസ്റ്ററാണ് നമ്മൾ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ട് നമ്മൾ കാണുന്നു. ഇതിൻ്റെ ഒരു നിങ്ങളെ ഏജ്ലെസ് എൻ്റർടൈൻമെൻറ്റ്സ്, ആ പേര് കൊള്ളാട്ടോ, അടിപൊളി. അപ്പം അത് അതിൻ്റെ ഒരു നെക്സ്റ്റ് 5 to 10 years എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വിഷൻ? ഈസ് ഇറ്റ് ടു ബിൽഡ് സം ഹ്യൂജ് അമ്യൂസ്മെൻറ്റ് പാർക്സ് ഓർ? നമ്മൾ മെയിനായിട്ടും ഈ നേരത്തെ പറഞ്ഞ ആൽഫൈൻ കോസ്റ്റർ ഉണ്ടല്ലോ, ആൽഫൈൻ കോസ്റ്റർ ഇപ്പം നമ്മൾ കൂടുതൽ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹിൽ സ്റ്റേഷൻസാണ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്. മൂന്നാറും കൂർഗും വയനാടും കൊടൈക്കനാലും ഊട്ടിയും പോലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ആൽഫൈൻ കോസ്റ്റർ പോലുള്ള യുണീക്കായിട്ടുള്ള കുറേ കൺസെപ്റ്റുകളും ആക്ടിവിറ്റീസും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ
ഇപ്പം ഞങ്ങൾ ദുബായ് സൗദി ആയിരുന്നു നോക്കിയത് ഈ ഫസ്റ്റ് ഫ്ലൈയിങ് തിയേറ്റർ തുടങ്ങാനായിട്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ദുബായിലൊക്കെ സ്പേസ് കിട്ടുന്ന നമുക്ക് പറ്റിയ സ്പേസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കിട്ടിയത് മോൾ ഓഫ് ഖത്തറിലാണ്, നല്ല സ്പേസ് കിട്ടിയത്. അത് തന്നെ നമ്മൾ തുടങ്ങാനായിട്ട് ഏകദേശം നമ്മൾ ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് പറ്റിയ ഒരു സ്ഥലം കിട്ടാനായിട്ട് ഏകദേശം 6 months എടുത്തു. ആ സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആദ്യം അവർ കാണിച്ചിരുന്ന സ്ഥലം നമുക്ക് ഈ ചെയ്യാൻ പറ്റും. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുട്ഫോൾ കുറവുള്ള ഒരു സ്ഥലമൊക്കെ ആയിരുന്നു. വലിയ ഷോപ്പിംഗ് മാളാണ്, 60,000 square feet 60 lakh square feet എങ്ങാണ്ടുള്ള. നമ്മുടെ ലുലുവിൻ്റെ ഒക്കെ ഏകദേശം ഒരു 3-4 times വലിയ ഷോപ്പിംഗ് മാൾ. അപ്പോൾ നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്ന ഫുഡ് കോർട്ടിൻ്റെ ഒരു ഏരിയയിൽ തന്നെയാണ് നമുക്കിപ്പോൾ സ്പേസ് കിട്ടിയത്. ഫ്ലൈയിങ് തിയേറ്റർ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫ്രാഞ്ചൈസിന് അത് ഓൺ തിയേറ്റർ തന്നെയാണ്, അത് ഫ്ലൈയിങ് തിയേറ്റർ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മിഡിൽ ഈസ്റ്റ് തന്നെയാണ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സൗദി നമ്മൾ ലൊക്കേഷൻ ഹണ്ടിങ്ങിലാണ്. നമ്മളിപ്പോൾ എല്ലാ വർഷവും ഇപ്പോൾ നമ്മൾ ട്രാവലുള്ള പോലെ തന്നെ ഇപ്പോൾ എക്സിബിഷൻസ് ഒന്നും നമ്മൾ മിസ് ചെയ്യാറില്ല. എല്ലാ ഈ GT എക്സിബിഷൻസ് ആണ്, IAP എക്സിബിഷൻസ് ആണെങ്കിലും ഒന്നും നമ്മൾ മിസ് ചെയ്യാറില്ല. എല്ലാവിടെയും പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് തുടങ്ങാൻ പറ്റിയ ലൊക്കേഷൻസും മെയിനായിട്ട് ഇപ്പോൾ സൗദി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടൂറിസം ആണെങ്കിലും എല്ലാ സെക്ടറിലും. അപ്പോൾ സൗദി, ദുബായ്, ഈ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റ് കൺട്രീസാണ് നമ്മൾ കുറച്ചും കൂടി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അയർലൻഡും കാനഡയും കൂടി നോക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഫസ്റ്റ് പ്രിഫറൻസ് മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. ഫുള്ളി ഈ ഒരു സെഗ്മെന്റിലേക്ക് തന്നെ തിരിഞ്ഞു, പഴയ IT കമ്പനി എല്ലാം വിട്ടോ? അതൊക്കെ വിട്ടു. ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് സംഭവം എൻജോയ് ചെയ്ത് ഇറങ്ങി വരുന്ന കാണുമ്പോൾ നമ്മളും ഭയങ്കര ചിരിച്ചോണ്ട് ഇറങ്ങി വരുന്ന ബിസിനസ് ആണല്ലേ. ഓക്കെ, ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ്, ഇപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സിംഗിൾ റൈഡ് പോലെ ആയിക്കോട്ടെ, അത് സ്റ്റാർട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്, അവരോട് എന്താണ് സിഞ്ചേട്ടൻ പറയുന്നത് ബിസിനസിനെ പറ്റിയും ഇതിൻ്റെ ഒരു മാർക്കറ്റിനെ പറ്റിയും? ഒരു റൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്യണേക്കാളും ഒരു പാർക്കായിട്ട് അല്ലെങ്കിൽ ഗെയിമിംഗ് സെൻ്ററായിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പം ആദ്യം അവരുടെ ബഡ്ജറ്റാണ് ആദ്യം അവർ ഫിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ചെറിയ പാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 1 acre ഒരു പാർക്കാണെങ്കിൽ എപ്പോഴും ഒരു റോഡ് സൈഡിൽ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള, വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുക 1 or 2 hours ആണെങ്കിലും സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന, ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നു, അപ്പോൾ ഒരു പാർക്ക് കാണുന്നു, കയറുന്നു, എൻജോയ് ചെയ്യുന്നു, 1 or 2 hours അങ്ങനെ പോകാൻ പറ്റും. അതല്ലാതെ ഒരിക്കലും ഒരു ചെറിയ പാർക്ക് കൊണ്ടുവന്ന് റിമോട്ട് ഏരിയാസിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വർക്കൗട്ട് ആവില്ല. കാരണം ഒരു ഫാമിലി ആണെങ്കിൽ ഒരുപാട് ഉള്ളിലേക്ക് പോയി ഒരു 1 hour 2 hour സ്പെൻഡ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. എല്ലാവർക്കും ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പിങ്ങും ഫുഡും എൻ്റർടൈൻമെൻറ്റും എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു സ്ഥലത്തേക്കാണ് അവർ ഒരു ദിവസത്തേക്കായിട്ട് പോകും. അപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് ഒക്കെ പോകാനായിട്ട് അവർക്ക് മടിയായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് പാർക്ക് സ്റ്റാർട്ട് ചെയ്യണവർ ആദ്യം അവരുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് നോക്കുക, ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്ത് അതിന് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുക. അവിടെ എത്ര നമുക്ക് ചാർജ് ചെയ്യാം, ഏതൊക്കെ റൈഡുകൾ ഇടാം. നമ്മളാണെങ്കിലും പാർക്ക് അവരാദ്യം ഒരു ലൊക്കേഷൻ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു 2D ഡ്രോയിങ് ഉണ്ടാക്കും. 2D ഡ്രോയിങ് ഉണ്ടാക്കി 2D ഡ്രോയിങ്ങിൽ റൈഡുകളും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്ത്, ഫുഡ് കോർട്ടാണെങ്കിൽ ഫുഡ് കോർട്ട് എല്ലാം പ്ലേസ് ചെയ്തതിന് ശേഷം അത് 3D ഡ്രോയിങ്ങിലേക്ക് മാറ്റും. അത് കഴിഞ്ഞിട്ട് ഡ്രോയിങ്സ് എല്ലാം വെച്ച് പെർമിഷൻസ് എല്ലാം എടുത്തതിന് ശേഷം മാത്രമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന പാർക്കുകളെ നമ്മൾ സമ്മതിക്കാറുള്ളൂ. നിങ്ങളുടെ ഒരാൾ ഇപ്പം ഒരു ഇൻവെസ്റ്റർ നിങ്ങൾക്കൊരു പാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ പറഞ്ഞല്ലോ, ലൈക്ക് ആദ്യം 2D ഡ്രോയിങ് പിന്നെ 3D, അത് പ്രോസസ്സ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ? കാരണം ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് തീർച്ചയായിട്ടും. അതായത് നമ്മൾ ആദ്യം ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫീസിബിലിറ്റി സ്റ്റഡി കഴിഞ്ഞ് ലൊക്കേഷനും കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ നേരത്തെ പറഞ്ഞ പോലെ 2D ഡ്രോയിങ് 3D ഡ്രോയിങ്, അത് കഴിഞ്ഞ് പെർമിഷൻസ് കംപ്ലീറ്റ് പെർമിഷൻസും കാര്യങ്ങളും എടുത്തതിന് ശേഷമാണ് നമ്മൾ ലാൻഡ് ഷേപ്പിങ് ലാൻഡ്സ്കേപ്പിങ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളും സിവിൽ സ്ട്രക്ചർ എല്ലാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ സെയിം ടൈം തന്നെ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കൺസെപ്റ്റുകളും പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യും. പുറത്തുനിന്ന് സോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്ന എക്യുപ്മെൻറ്റ്സാണ് അതിനുള്ള ഓർഡേഴ്സ് കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ വർക്ക് നടക്കുന്ന അതേ ടൈമിൽ തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഒപ്പം നടക്കുന്നുണ്ടാവും.
ഇവിടുത്തെ വർക്ക് തീർന്ന് ഇൻസ്റ്റലേഷൻ ടൈം ആകുമ്പോഴേക്കും എല്ലാം പ്രൊഡക്ഷൻ കഴിഞ്ഞ് സംഭവം ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും എത്തുക, ചിലപ്പോൾ പല പല കണ്ടെയ്നേഴ്സായിട്ട് ഇപ്പോൾ 2 കണ്ടെയ്നർ 3 കണ്ടെയ്നറായിട്ട് പ്രൊഡക്ഷൻ തീരുന്നതിനനുസരിച്ച് കണ്ടെയ്നേഴ്സ് വന്നുകൊണ്ടിരിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഇൻസ്റ്റലേഷൻ സമയത്ത് തന്നെ നമ്മൾ ടെക്നിക്കൽ സ്റ്റാഫുകളെ പാർക്കിലേക്ക് വേണ്ട ടെക്നിക്കൽ സ്റ്റാഫുകളെ മൊത്തം റിക്രൂട്ട് ചെയ്ത് അവർക്കുള്ള അവരെയും കൂടെ നിർത്തിയിട്ടാണ് ഇൻസ്റ്റലേഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അതിന് ഏത് ചെറിയ കംപ്ലയിൻറ്റിന് വരെ നമ്മൾ ഇവിടുന്ന് ടെക്നിക്കൽ സ്റ്റാഫ്സിനെ വിടുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഇവർ പഠിച്ചു, ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് ഇവിടെ ട്രെയിനിങ് പീരീഡ്, ടെസ്റ്റിംഗ് എല്ലാത്തിനും ആ സ്റ്റാഫുകളുണ്ടാവും. അത് ഈ ലോഞ്ചും കഴിഞ്ഞ് ഏകദേശം അവരുടെ ഓപ്പറേഷനിൽ വരെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. ഏകദേശം ഒരു 1 മന്തോളം നമ്മുടെ സൂപ്പർവൈസേഴ്സും കാര്യങ്ങളൊക്കെ വലിയ പാർക്കാണെങ്കിൽ കേട്ടോ എല്ലാം അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ എക്യുപ്മെൻറ്റ്സിനെല്ലാം 1 ഇയർ വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ചിലവരെന്ന് വെച്ചാൽ 1 ഇയർ കഴിയുമ്പോൾ AMC എന്നുള്ള രീതിയിൽ എടുക്കും. ചിലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റൈഡ് മാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ AMC, അതല്ലാന്നുണ്ടെങ്കിൽ പെർ സർവീസ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പം മുമ്പോട്ട് പോകുന്നത്. അതായത് ഒരു പാർക്ക് തുടങ്ങുന്നതിൻ്റെ പ്ലാൻ തൊട്ട് അതിൻ്റെ എന്താ പറയുക ലൈഫ് ടൈം ഫുൾ നിങ്ങളുടെ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കിട്ടും. അതെ. ചില പാർക്കാർ പറയും സിവിൽ വർക്ക് ഞങ്ങൾ ചെയ്തോളാം. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ബാക്കി ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. സിവിൽ വർക്ക്, കാരണം സിവിൽ വർക്കിൽ മാത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ടീമിനെ സെറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. അത് അവർക്ക് അവിടെ തന്നെ അല്ലെങ്കിൽ ലോക്കലിൽ കോൺട്രാക്ടേഴ്സും എഞ്ചിനീയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ സൂപ്പർവൈസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡ്രോയിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഫുൾ സപ്പോർട്ട്. ഇതിനകത്ത് വേറൊരു സേഫ്റ്റി കൺസേൺ എന്നുള്ള രീതിയിൽ തന്നെ നേരത്തെ ചോദിക്കേണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അതായത് ഈ നമ്മുടെ ആലുവ മണപ്പുറത്തും അല്ലെങ്കിൽ ഉത്സവപ്പറമ്പുകളിലൊക്കെ പണ്ട് ഒരു മരണക്കിണറും പിന്നെ ഒരു ജൈൻ വീലും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറി ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഒരുപാട് റൈഡ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ജൈൻ വീലൊക്കെ ചിലത് നോക്കിയാൽ മറ്റേ മോട്ടറിലൊന്നും അല്ല വർക്ക് ചെയ്യുന്നത്, ചവിട്ടി കറക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 2 ആൾക്കാർ ഇങ്ങനെ വലിച്ച് കറക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ടയർ ഇങ്ങനെ ആക്കി ടയർ അങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ അതൊക്കെ കൊണ്ടുവരുന്നു, 1 മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്ക് പണി ചെയ്ത് വെക്കുന്നു, മാക്സിമം ആൾക്കാർ കയറുന്നു, അവർ തിരിച്ച് പൊളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആലുവ മണപ്പുറത്ത് പോയപ്പം ഇത് കെട്ടി വെച്ചേക്കുന്നു ഈ സാധനം. അപ്പം അതൊക്കെ ശരിക്ക് സേഫ്റ്റി കൺസേൺ വരുന്നല്ലേ? കാരണം ഇതൊക്കെ വളരെ അപ്പം ഇത് ഒരു എന്താ പറയുക, ഈ ഇൻഡസ്ട്രീന് ആൾക്കാർ, കാരണം കൂടുതൽ ആൾക്കാർ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മിഡിൽ ക്ലാസ് ആൾക്കാർ കൂടുതലും പോകുന്ന ഇങ്ങനത്തെ ഇതിൽ. കാരണം ഒരു ഉത്സവപ്പറമ്പിൽ പോകുമ്പോൾ ഒരു ജൈൻ വീല് കണ്ടാൽ എന്തായാലും കയറുക. 50 രൂപ അല്ലെങ്കിൽ 100 രൂപ ടിക്കറ്റ് ഉണ്ടാവുള്ളൂ. 4 പേര് പോയാൽ 400 രൂപ ആവുന്നുള്ളൂ. ഡെഫിനറ്റ്ലി അവർ കയറും. അല്ലെങ്കിൽ അപ്പം അങ്ങനെയുള്ള ബിസിനസ് ഇത് നിങ്ങൾ അങ്ങനെയുള്ള ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും. അപ്പം അത് എത്രത്തോളം നിങ്ങൾ ഇതിന്റെ കൺസേൺസ് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് അങ്ങനത്തെ പോർട്ടബിൾ റൈറ്റ്സ് എന്തായാലും പറയേണ്ട പോർട്ടബിൾ എക്സിബിഷൻ റൈറ്റ്സ് തന്നെയാണത്. അത് ഇതിനകത്തുള്ള ഒരു മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സിബിഷനിൽ ഇടുന്ന കൂടുതൽ റൈഡുകളും ആ എക്സിബിഷൻ നടത്തുന്ന ആൾക്കാർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന കുറേയൊക്കെ. കാരണം അവർക്ക് പോർട്ടബിളായിട്ട് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ അത്ര ഹെവി ആയിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തൊന്നും അവർ കൊടുക്കില്ല. അതായത് അവർ ഓൾറെഡി അവരുടെയിലുള്ള ഡ്രോയിങ് വെച്ചിട്ടുള്ള അവർ ചേഞ്ചസ് ചെയ്യുകയല്ലാതെ നമ്മൾ പറയുന്ന രീതിയിലേക്ക് അവർക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നുള്ളതല്ലാതെ ബാക്കിയെല്ലാം ഇതുപോലുള്ള റൈഡുകളെല്ലാം എക്സിബിറ്റ് ചെയ്യുന്ന ആൾക്കാർ മാനുഫാക്ചർ ചെയ്യുന്ന, അതിന് നല്ല രീതിയിൽ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കി ചെയ്യുന്ന കുറേ പ്ലെയേഴ്സ് ഉണ്ട്. അതല്ലാതെ ലാൻഡ് പിടിച്ച് അവിടുന്ന് കുറച്ച് റൈഡ് ഇവിടുന്ന് കുറച്ച് റൈഡായിട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ അപകടങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ ബാധിക്കും. ഇപ്പോൾ ഗുജറാത്തിൽ മറ്റേ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാ പാർക്കുകളും അടച്ചിട്ടുണ്ടാവുന്നു. അപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു സേഫ്റ്റി പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ ഒരു ഇഷ്യൂ ഉണ്ടായത്. എല്ലാ ഈ എൻ്റർടൈൻമെൻറ്റ് അമ്യൂസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും അഡ്വഞ്ചർ ആണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഒരു പ്രോബ്ലം തന്നെയാണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റികൾക്കൊക്കെ ഇപ്പോൾ അതുപോലെ ഒരു ബോഡി ക്യാപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബോഡി കേരള ടൂറിസത്തിൻ്റെ അണ്ടറിൽ തന്നെ കീഴിൽ വന്നിട്ടുണ്ട്. അമ്യൂസ്മെൻറ്റ് പാർക്കുകൾക്കാണ് ഇതുവരെ വരാത്തത്. ഇനി ഒരു ഫ്യൂച്ചർ എന്തായാലും നമ്മളും ഗവൺമെൻറ്റുമായിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു ബോഡി വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നവർ, ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയി നിൽക്കുന്നവരോട് എന്താണ് സുബിൻ ചേട്ടന് പറയാനുള്ളത്? എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എപ്പോഴും അതിൻ്റെ ഒരു ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ്. പുതിയ പുതിയ പാർക്കുകൾ വരുന്നുണ്ട്,
പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫോക്കസ്ഡ് ആയിരിക്കുക. പിന്നെ കിട്ടുന്ന ഇപ്പം നമുക്കിപ്പോൾ പാർക്ക് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ റൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം വേറെ പുതിയ പുതിയ ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊണ്ടുവരാനായിട്ട് സ്പെൻഡ് ചെയ്യുക. അതല്ലാതെ വേറെ കാര്യങ്ങളിലേക്ക് യൂസ് ചെയ്യാതിരിക്കുക. ഫോക്കസ്ഡ് ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. Definitely it's a booming industry. Booming industry, definitely. Okay. Thank you, Sunjata. That was a very fruitful conversation. Thank you so much. Okay. Oh, thank you, Aramal, for inviting me. Thank you so much.